الحمدلله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يجادلونك في الحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മയെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ റമദാൻ അതിൻ്റെ 18 നമ്മളുള്ളത്. 1443 വർഷങ്ങൾക്ക് മുൻപ്, അഥവാ ഹിജറ 2 ഒരു റമദാൻ 18 നമ്മൾ നമ്മുടെ മനസ്സിലൊന്ന് കാണണം. അന്നത്തെ മദീനയും അന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സും നമുക്ക് വായിക്കാനാകണം. ഇന്നലെ വരെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 14 ആളുകൾ ഇന്ന് അവരോടൊപ്പമില്ല. കൂടെയുള്ളവരിൽ തന്നെ ചില ആളുകൾക്ക് കൈകളില്ല, ചിലർക്ക് വിരലുകളില്ല, ചിലർക്ക് അവരുടെ ശരീരത്തിൽ അതിശക്തമായ മുറിവേറ്റതിൻ്റെ അടയാളങ്ങൾ ബാക്കിയുണ്ട്.
രക്തം പൂർണ്ണമായി മറഞ്ഞുപോയിട്ടില്ലാത്ത ശരീരഭാഗങ്ങളുമായിട്ടാണ് അവരുടെ ജീവിതത്തിലെ നോമ്പ് നിർബന്ധമാക്കിയ ഒന്നാമത്തെ റമദാൻ 18 അവർ ജീവിച്ചു തീർത്തത്. പക്ഷെ എന്നിട്ടും അവർ സംതൃപ്തരായിരുന്നു, അവർ സന്തോഷത്തിലായിരുന്നു. ബദർ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തങ്ങളുടെ പ്രിയപ്പെട്ട 14 ആളുകളെ നഷ്ടപ്പെട്ടതോ, തങ്ങളുടെ കൈകളോ വിരലുകളോ ശരീരഭാഗങ്ങളോ മുറിവേറ്റതോ പ്രയാസപ്പെട്ടതോ വേദന സഹിച്ചതോ, അവരുടെ മനസ്സിന് വേദന നൽകാതെ അവർ സന്തോഷത്തിലായതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പരലോകത്തെ മുന്നിൽ കണ്ട് ചിലതൊക്കെ ചെയ്യാൻ കഴിഞ്ഞ ഒരു ദിനം, അതാണ് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയത് എന്ന ബോധ്യമാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് സംതൃപ്തരാകാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ആയുധമേന്തിയ യുദ്ധത്തിനിറങ്ങുക എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്ത എന്തെല്ലാം കുറവുകൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ സമയത്തും സ്വതന്ത്രമായി ആരാധനകൾ എടുത്ത് ജീവിക്കാൻ പറ്റുന്ന ഈ രാജ്യത്ത് നാം നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മെ സംതൃപ്തപ്പെടുത്തുന്ന എന്താണ് നമ്മളുടെ കയ്യിലുള്ളത്? നമ്മളും ഒരു റമദാനിൻ്റെ 18 ഇന്ന് ജീവിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 18 രാവും പകലും നമ്മുടെ മനസ്സിനെ എത്രത്തോളം സംതൃപ്തിപ്പെടുത്തുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, ബദറിനെ കുറിച്ച് നമ്മളൊന്ന് ഓർക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ബദറിൽ സ്വഹാബത്ത് മുഹാജിറുകൾ അവരെ ഹിജറ വന്ന് കേവലം 2 വർഷം തികയുന്നതിൻ്റെ മുൻപ് നാടും വീടും കുടുംബവും പ്രിയപ്പെട്ടവരും കച്ചവടവും സമ്പത്തും എല്ലാം ഒഴിവാക്കി മറ്റൊരു നാട്ടിൽ വന്ന് ജീവിതത്തെ പതിയെ പച്ച പിടിപ്പിച്ച് കരകയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് ബദറിലേക്ക് പോകേണ്ടി വരുന്നത്. കയ്യിൽ ആയുധങ്ങളില്ല എന്നും മതിയായ വാഹനങ്ങളില്ല എന്നും മറ്റാരേക്കാളും ബോധ്യം അവർക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് വിജയത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നറിഞ്ഞിട്ടും ചില ആളുകളെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിന്റെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു, യുജാദിലൂനക ഫിൽ ഹഖ് ബഅദമാ തബയ്യൻ. കാര്യം വ്യക്തമായതിനു ശേഷവും നബിയെ അവരിൽ ചില ആളുകൾ നിങ്ങളോട് തർക്കിക്കുന്നുണ്ട്. എന്താണ് അവരുടെ മനസ്സിലുള്ളത്? കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻളുറൂൻ. തങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ കണ്ടുകൊണ്ടിരിക്കെ മരണത്തിലേക്ക് അവരെ നയിക്കുന്ന പോലെയുള്ള അനുഭവമാണ് അവർക്കുള്ളത്. സഹോദരങ്ങൾ, ആ ചിന്തക്കൊരു അടിസ്ഥാനമുണ്ട്. ഭൗതികമായ ഏതു കണക്ക് വെച്ച് നോക്കിയാലും തങ്ങൾ പരാജയപ്പെടുകയായിരിക്കും, അപകടം പറ്റുകയായിരിക്കുമെന്ന് ചിന്തിക്കാവുന്ന, അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തോന്നാവുന്ന ഒരവസ്ഥ ആ ബദറിന്റെ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നമ്മളൊരു ചരിത്രം വായിക്കുന്നുണ്ട് സഹോദരങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന ചരിത്രം മഹാനായ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ ഒരുക്കാൻ ബദറിലേക്ക് സൈന്യത്തെ ഒരുക്കുന്ന സമയമാണ്. ആ സമയത്ത് ഫവജദ സഅദ് ബിൻ അബീ വഖാസ് റഅ അഖാഹു ഉമൈർ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ കൊച്ചനുജൻ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ യതവാറാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൽ നിന്നിങ്ങനെ ഒളിച്ചു കളിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. നബി ഇങ്ങോട്ട് വരുമ്പോ കാണരുതെന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറി ഒളിച്ചു കളിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. ഫഖാല ലഹു സഅദുൻ മലക്. ജ്യേഷ്ഠൻ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ മോനെ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? ഖാലൽ ഫതാ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എങ്ങനെയുള്ള ചെറുപ്പക്കാരൻ? പ്രായം കൊണ്ട് ഇളയതും ഈമാന് കൊണ്ട് വലിയ ജീവിതത്തിന്റെ ഉടമയുമായ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അഖാഫു അൻ യറാനി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇക്കാക്ക ഞാൻ റസൂൽ എന്നെ കാണുമോ എന്നുള്ള പേടി കൊണ്ടാണ്, റസൂൽ എന്നെ കാണുമോ എന്ന പേടി കൊണ്ടാണ് ഞാനിങ്ങനെ ഒളിച്ചു കളിക്കുന്നത്. എന്തിന് സഹോദരങ്ങളെ? റസൂൽ എങ്ങാനും കണ്ടാല് യുദ്ധത്തിന്റെ സൈന്യത്തിൽ എന്റെയും പേരെഴുതുമോ എന്ന പേടിയല്ല. അദ്ദേഹത്തിന്റെ പേടി എന്താണെന്നറിയോ? റസൂൽ എന്നെ കണ്ട എന്നോട് പറയും, മോനെ നീ ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തും. അതുകൊണ്ട് എന്റെ പ്രായം പരിഗണിച്ച് എന്റെ റസൂൽ എന്നെ മാറ്റി നിർത്തുമോ എന്ന പേടിയാണ്. അള്ളാന്റെ ദീനിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് ഇറങ്ങാൻ ഇക്കാക്ക ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോ പടച്ച റബ്ബ് എനിക്ക് ഷഹാദത്ത് തന്നാലോ? സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്നിട്ടും റസൂൽ അദ്ദേഹത്തെ കണ്ടു, പിടിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ ചെറിയ പ്രായ, അതുകൊണ്ട് നീ ഇതൊന്ന് മാറി നിൽക്കണം. അന്ന് ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ എന്നെ നിങ്ങൾ കൊണ്ടുപോകണം. ഒരുപാട് ന്യായങ്ങൾ നിരത്തി, എന്നെ കൊണ്ടുപോയാൽ കിട്ടുന്ന ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്തിനാ സഹോദരങ്ങളെ മാറ്റി നിർത്തിയെടുത്ത് എന്നെ കൊണ്ടുപോകണം? എന്തിന്? അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പോരാട്ടത്തിനാണ്. കണ്ണു നിറച്ചത് മാറി നിൽക്കാനല്ല, കരഞ്ഞു പറഞ്ഞത് വിട്ടുനിൽക്കാൻ ഒരു അവസരം തരണമെന്നല്ല, എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അവസരം കൊടുത്തു. തിരിച്ചു വന്ന് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഹജ്ജിനോ ഉംറക്കോ പോയിട്ട് ബദർ സന്ദർശിച്ച മനുഷ്യർക്കറിയാം, 14 പേരുടെ പേരെഴുതി വച്ചിട്ടുണ്ട് അവിടെ, ബദറിൽ ഷഹീദായവർ. ഒന്നാമത് നമ്മൾ വായിക്കുന്ന പേര് ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ആ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ചിലത് ചിന്തിക്കണ്ടേ? ആ സ്വഹാബത്ത് വെട്ടും കുത്തുമേറ്റ് കടന്നുപോയൊരു റമദാൻ 18 1433 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു റമദാനിന്റെ 18 ജീവിക്കുന്ന മനുഷ്യരെ, നമ്മളോട് ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഉമൈർ ബിൻ അബീ വഖാസിനെ പോലെയുള്ള ചെറുപ്പക്കാർ 16 പ്രായത്തുടിപ്പുള്ള കാലത്ത് അവർ ഇറങ്ങി പുറപ്പെട്ട് പോരാട്ടം നടത്തി സ്വർഗത്തിനു വേണ്ടിയാണെങ്കിൽ സ്വന്തത്തിലേക്ക് ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം, സഹോദരങ്ങൾ, എന്താ റബ്ബ് നമ്മളോട് കൽപ്പിച്ചത്? ആയുധമെടുക്കാൻ പറഞ്ഞോ? ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞോ? പ്രിയപ്പെട്ട പെണ്ണിന്റെ കൂടെ ജീവിതം കഴിക്കുന്ന നിമിഷങ്ങളിൽ ഇറങ്ങിപ്പോരാൻ ഇസ്ലാം നമ്മളോട് കൽപ്പിച്ചോ? നമ്മളുടേത് മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞോ നമ്മളോട് എന്തെങ്കിലും? നമ്മളോട് അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ? 5 നേരത്തെ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കണം. എന്താ നമ്മളോട് പറഞ്ഞേ? 5 നേരത്തെ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഹലാലും ഹറാമും വേർതിരിച്ച് ജീവിക്കണേ എന്ന് നമ്മളോട് അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. സഹോദരങ്ങളെ, മാന്യമായൊരു വസ്ത്രധാരണ രീതി ആണാണോ? നിര്യാണിക്ക് മുകളിൽ കയറി നിൽക്കുന്ന ഒരു വസ്ത്രം ധരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പെണ്ണാണോ? സ്വന്തം ജീവിതത്തിന് അപകടം പറ്റാതിരിക്കാൻ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞത്. സംസാരത്തിൽ മാന്യത പുലർത്താനാണ് അള്ളാഹ് പറഞ്ഞത്. എങ്ങനെയും സമ്പാദിച്ചു കൂട്ടിക്കോ എന്നല്ല, പലിശയില്ലാതെ ഹറാമില്ലാതെ സാമ്പത്തിക രംഗത്തൊരു വിശുദ്ധി കാത്തു സൂക്ഷിക്കണേ എന്നേ പടച്ചോ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാൻ നിങ്ങൾക്കൊരു തടസ്സവുമില്ലാത്ത താടി രോമങ്ങളെ വളരാൻ അനുവദിക്കണേ എന്നേ പടച്ചോ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. തിന്നണേയും കുടിക്കണേയും സമയത്ത് വലത് കൈ കൊണ്ടാവണമെന്നേ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൂ. കളവ് പറയരുതെന്ന്, വഞ്ചന കാണിക്കരുതെന്ന്, പിണങ്ങി നിൽക്കരുതെന്ന്, ഇതൊക്കെയല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. സഹോദരങ്ങൾ, ഇതൊക്കെ ഓരോടും പറഞ്ഞതാ, ഇതിലൊന്നും അവർക്കൊഴിവില്ല. പക്ഷെ നമ്മളോട് പറയാത്തൊന്നവരോട് അധികം പറഞ്ഞു അല്ല. ആ ഇറക്കത്തിനാണ് ഒന്നുമില്ലായ്മയുടെ കാലത്ത് സാധാരണ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ പറയാറില്ലേ, അലങ്കാരത്തിന് പറയുന്നല്ല മനുഷ്യരെ, അത് ഒട്ടിപ്പിടിച്ച വയറായിരുന്നു അവരുടേത് എന്ന്. പ്രഭാഷണങ്ങൾക്ക്, ഹുതുബകൾക്ക്, മനോഹാരിതയ്ക്ക് വേണ്ടി, ലേഖനങ്ങളുടെ വർണ്ണനകൾക്ക് വേണ്ടി പറയുന്ന ആലങ്കാരിക വാക്കല്ലത്. റമളാനിന്റെ നോമ്പ് നിർബന്ധമാക്കി അതേ വർഷത്തിലാ അവരോട് അള്ളാഹ് ഇറങ്ങാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, സാമ്പത്തികമായി അള്ളാഹു നമ്മളോട് അള്ളാഹ് തന്നത് ചെലവഴിക്കാനാ പറഞ്ഞത്. അള്ളാഹ് തന്നത് ചെലവഴിക്കാൻ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിന്റെ 7-ൽ അള്ളാഹ് പറഞ്ഞു, ആമിനൂ ബില്ലാഹി വറസൂലി വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി.
നിങ്ങൾ അള്ളാഹുവിനും റസൂലിലും വിശ്വസിക്കണം. പടച്ചോൻ നിങ്ങളെ കൈകാര്യം ഏൽപ്പിച്ച അള്ളാന്റെ സമ്പത്തില്ലേ, നമ്മളതല്ല സഹോദരങ്ങളെ, സമ്പത്ത് പടച്ചോൻ്റെതാണ്. അല്ല കൈകാര്യം ഏൽപ്പിച്ചതാ. ഇന്നലകളിൽ നമ്മുടെ ഉപ്പാന്റെ അടുത്തായിരുന്നു, ഇന്നലകളിൽ നമ്മളുടെ മുൻ തലമുറകളുടെ അടുത്തായിരുന്നു, ഇന്ന് നമ്മളുടെ അടുത്താ. ശ്വാസം നിലച്ചാൽ ആദ്യം എത്ര നേരത്തെ ചെയ്യാനാകുമോ അത്ര നേരത്തെ ചെയ്യേണ്ട കാര്യ സ്വത്തോഹരി വെക്കുക എന്നുള്ളത്. പുതിയ അവകാശികൾ വരും, ആധാരത്തിലെ പേര് മാറും, ബിസിനസ്സുകാരന്റെ പേര് മാറും, ഓണർ ആരാ എന്ന ചോദ്യത്തിന്റെ ഉത്തരം മാറും. ആ ഉത്തരം മാറുന്നതിന് മുമ്പ് കണക്ക് കൂട്ടി അത്യാവശ്യത്തിനുള്ളതെടുത്ത് കഴിച്ചിട്ട് 592 ഗ്രാം വെള്ളിയുടെ തുക നിങ്ങളുടെ കയ്യിൽ ബാക്കിയാകുന്നെങ്കിൽ 97.5 നിങ്ങളെടുത്ത് 2.5 സക്കാത്ത് കൊടുക്കണമെന്നേ പഠിച്ചു നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. കൊടുത്ത സഹോദരങ്ങളെ, സക്കാത്ത് സാധാരണ നമ്മളുടെ നാട്ടിൽ വിശ്വാസികൾ സക്കാത്ത് കൊടുക്കാറുള്ളത് റമദാൻ മാസത്തിലാണ്. റമദാനും സക്കാത്തുമായി നേർക്കുനേരെ ബന്ധമില്ലെങ്കിലും ഈ ഇരിക്കുന്ന എത്ര മനുഷ്യന്മാര് കണക്കൂട്ടി കഴിഞ്ഞ റമദാനിന്റെയും ഈ റമദാനിന്റെയും ഇടയിലുള്ള സമ്പത്തിന്റെ കണക്കുകൂട്ടി 2.5 കൊടുത്ത ഭാഗ്യവാന്മാർ നമ്മളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് എന്ന് സഹോദരങ്ങളെ ചിന്തിക്കണം. സ്വതക്ക കൊടുക്കാൻ നമുക്ക് സാധിച്ചോ എന്ന് നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് സ്വദഖത്തുൻ മിൻ മാൽ, സമ്പത്തുനിന്ന് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒന്നും കുറയൂലാന്ന് അല്ലാഹ് നമ്മളെ ഓർമ്മപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മുന്നിൽ നീട്ടിപ്പിടിച്ച ബക്കറ്റിൽ 18 ദിവസം ഇട്ട സംഖ്യ എത്രയായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കി. ജീവൻ കൊടുക്കുകയാണ് സ്വഹാബത്ത്. ചോരത്തളപ്പുള്ള പ്രായത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കരയാണ് സ്വഹാബത്ത്. നബിയെ ഞങ്ങളെ കൂട്ടണം എന്ന് പറയാണ് സ്വഹാബത്ത്. നിങ്ങൾ കൂട്ടി 18 ദിവസം അള്ളാഹ്ക്ക് കൊടുത്ത സംഖ്യ എത്ര ഉണ്ടാവും? 18 ദിവസം തീൻമേശകളിൽ ഒരുക്കിയ വിഭവത്തിന് എത്രയുണ്ടാകും? സഹോദരങ്ങളെ, എവിടെ ഒരു പിശുക്ക് നമ്മളെ പിടികൂടുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിജയിക്കാൻ പറ്റുമോ നമുക്ക്? ആലോചിക്കണം. നമ്മൾ പലപ്പോഴും എന്തറിയോ, ചെറിയൊരു സംഗതി ചെയ്യുമ്പോഴേക്ക് തന്നെ എന്തൊക്കെയോ കുറച്ചധികം ചെയ്തു എന്നൊരു തോന്നൽ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. ഒരു നിസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്തിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ തന്നെ തരക്കേടില്ല എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. സഹോദരങ്ങളെ, നിർബന്ധമാണ് ഇശ, സുന്നത്താണ് തറാവീഹ്. തറാവീഹിന് നിറയുന്ന പള്ളി എന്തേ ഇശാക്ക് നിറയാത്തത്? ചിന്തിക്കണ്ടേ നമ്മൾ? അവസാനത്തെ ഒരു അത്തഹിയാത്ത് കിട്ടുമ്പോൾ അല്ല, തറാവീഹും തുടങ്ങണീൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് എത്തിയിട്ട് 4 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് എന്തൊക്കെ ഞാൻ ചെയ്തു എന്നൊരു തോന്നൽ ശൈത്താൻ നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കി തരുന്നുണ്ട്. അവിടെ നമ്മൾ വീണ്ടും ബദറിലേക്ക് തിരിച്ചു പോകണം. അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ബദറിലേക്ക് പോകുന്നത് 3 ആൾക്ക് ഒരൊട്ടകം, 3 പേർക്ക് ഒരൊട്ടകം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് ഒരൊട്ടകത്തിന്റെ പുറത്ത്. അപ്പൊ 2 നബിനോട് പറഞ്ഞു, നബിയെ ഊഴം വെച്ചിട്ടാണ് 2 ഒട്ടകത്തുമ്മി ഒരാൾ നടക്കുകയാണ് ചെയ്യുക, കുറച്ച് കിലോമീറ്റർ, കുറച്ച് ദൂരം. അത് കഴിഞ്ഞാൽ ഒരാളിനിറങ്ങും, അടുത്ത ആൾ കയറും. റസൂലേ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നടക്കണം. ആ സമയത്ത് അലി റളിയല്ലാഹു അബൂ ലുബാബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല, നിങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറണം, ഞങ്ങൾ നടക്കാം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു മറുപടിയുണ്ട്, മാ അൻതുമാ ബിഅഖ്വ മിന്നി, നിങ്ങൾ 2 എന്നേക്കാളും ശക്തരല്ല, നിങ്ങളെക്കാൾ ശക്തി എനിക്കുണ്ട് നടക്കാൻ. 2ാമത്തെ വാക്ക് നോക്കി നിങ്ങൾ, വല അന ബിഅഗ്ന അൻകും അൽ അജ്റ മിൻകുമാ വല അന ബിഅഗ്ന അനിൽ അജ്രി മിൻകുമാ, നിങ്ങളെക്കാളും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഞാൻ ധന്യനല്ല, ഞാൻ ചെയ്താലേ എനിക്ക് കിട്ടുള്ളൂ. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അറിയോ, നമുക്ക് രാത്രി നിസ്കാരം സുന്നത്തൻ, ആ പ്രവാചകന് നിർബന്ധൻ. ആ റസൂലേ സ്വഹാബത്തിനോട് പറയാൻ, ഞാൻ ചെയ്താലേ എനിക്കുണ്ടാവുള്ളൂ. ചിന്തിച്ചണോ? 100 കൊടുക്കാൻ തീരുമാനിച്ച് ബക്കറ്റ് കാണും 50 ആകുന്ന മനുഷ്യരെ കൊടുത്തതേ ഉണ്ടാകും. നമ്മൾ ചിന്തിച്ചോ? നിസ്കാരം കഴിഞ്ഞിട്ട് മെല്ലെ കൈയും കൊട്ടിയിട്ട് പോകുമ്പോ ഒരു 2 റക്അത്തില്ലേ അവിടെ ബാക്കി, സുന്നത്തായ ബാക്കി നിർവഹിച്ചാലേ കിട്ടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്വഹാബത്തിനോട്. അങ്ങോട്ട് റസൂലെങ്ങാനും ഞാൻ ഒട്ടകപ്പുറത്തായിരിക്കും എന്ന് പറഞ്ഞ ആരെങ്കിലും തടയോ ആ റസൂലിനെ?
പക്ഷെ മരിച്ചതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകണമെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് കുറച്ചൊക്കെ ത്യാഗം നമുക്കും ഉണ്ടാകണം. റമദാൻ 11-12 ദിവസം കൂടി ബാക്കിയുണ്ട്. എന്ത് ചെയ്തു എന്ന് നമ്മളൊന്ന് താരതമ്യം ചെയ്യണം, കണക്ക് നോക്കണം. എത്ര ഉണ്ടാകും പരലോകത്തേക്ക് കൊണ്ടുപോകാൻ ഈ റമദാനിൽ നിന്ന് എന്നൊന്ന് ആലോചിക്കണം. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ മുന്നിൽ ബാക്കിയുള്ള ദിനരാത്രങ്ങളെ ബോധപൂർവം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമളാൻ. ഖബറിൽ കിടക്കുന്ന മനുഷ്യരോടെങ്ങാനും നിങ്ങൾ ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ ലതമന്നൗ, അവരാഗ്രഹിക്കുമായിരുന്നു യൗമൻ മിൻ റമളാൻ, റമളാൻ ദിവസവും കൂടി കിട്ടിയിരുന്നെങ്കിലെന്ന്. ഈ പള്ളിക്ക് പിറകിലില്ലേ ആയിരങ്ങൾ, നമ്മൾക്കിടയിൽ ജീവിച്ച ആയിരങ്ങൾ അവിടെ അന്തിയുറങ്ങുന്നില്ലേ? അവരോടെങ്ങാനും ആഗ്രഹിക്കും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലതമന്നൗ യൗമൻ മിൻ റമളാൻ, റമളാനിലെ ഒരു ദിവസം കിട്ടാൻ അവർ കൊതിക്കുമായിരുന്നു. മണ്ണിനടിയിൽ പോയ മനുഷ്യരുടെ ആഗ്രഹമാണതെങ്കിൽ മണ്ണിന് പുറത്തുള്ള നമ്മുടെ അവസരമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെയൊക്കെയാണോ വീഴ്ച സംഭവിച്ചത് തിരുത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അവസാന 10 നമ്മൾ പ്രവേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ചയുടെ മഗ്‌രിബോട് കൂടി നമ്മൾ അവസാന 10 പ്രവേശിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്യാ ലൈലഹു വഅയ്ഖല അഹ്ലഹു വശദ്ദ മിഅ്സറ, ജീവനുള്ള രാത്രികൾ അവസാന 10 പ്രവാചകൻ ഉണ്ടായിരുന്നു, കുടുംബത്തെ വിളിച്ചുണർത്തിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരമുറുക്കി ഇറങ്ങുമായിരുന്നു അവസാന 10 വേണ്ടി എന്ന് നമ്മൾ ആവർത്തിച്ചു കേട്ട ഹദീസാണ്. അതുകൊണ്ട് വീഴ്ച വന്നോ എന്ന് പരിശോധിക്കുക. ആദ്യത്തെ 2-3 ദിവസം ഉണ്ടായിരുന്ന ആവേശം പതിയെ ഫേസ്ബുക്കിലേക്കൊക്കെ തോണ്ടലും മാറി നമ്മുടെ ഒരു അടുക്കും ചിട്ടിയും ശ്രദ്ധയും ഈമാനും തഖ്വയൊക്കെ എവിടെയോ നമുക്ക് വീണുപോയോ എന്ന് നമ്മൾ ആലോചിക്കുക. ഓതി ഒരു 18-ലേക്കെങ്കിലും എത്താൻ ഈ ദിവസം കൊണ്ട് സാധിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കുക. എത്ര ജമാഅത്തിനേക്ക് കിട്ടി, എത്ര റവാത്തിബ് സുന്നത്ത് കിട്ടി. പോട്ടെ, ഈ റമദാനിൽ ഞാൻ അധികം ചെയ്തൊരു നന്മ എന്താ? ളുഹാ നമസ്കാരം ഒന്ന് പതിവാക്കാൻ എനിക്ക് പറ്റുമോ? അദ്കാറു സബാഹും അദ്കാറുൽ മസാവും ഒക്കെ സമയം കണ്ടെത്തി ചെയ്യാൻ എനിക്ക് പറ്റുമോ? ചെയ്തു കൂട്ടിയ ഇന്നലകളിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ലോകമറിയാത്ത, ഭാര്യ അറിയാത്ത, ഉമ്മയറിയാത്ത, അറിഞ്ഞിരുന്നെങ്കിൽ ആളുകൾ മൂക്കത്ത് വിരൽ വെക്കുമായിരുന്ന എത്രയോ ജീവിത സാഹചര്യങ്ങൾ കടന്നുപോയിട്ടുണ്ട്. നമുക്കും റബ്ബിനും കൃത്യമായിട്ട് അറിയാം. എത്ര എണ്ണം സഹോദരങ്ങളെ കണ്ണ് നിറച്ചൊന്ന് പടച്ചോനോട് പറയാൻ നമുക്ക് സമയം കിട്ടി. അതല്ല രാവും പകലും അങ്ങനെ ഇരുട്ടി വെളുത്ത് ബാക്കിയുള്ള 12 കൂടി അങ്ങ് കഴിഞ്ഞു പോകോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഓർക്കുക, മണ്ണിൽ കിടക്കുന്ന മനുഷ്യരുടെ ആഗ്രഹം മാത്രമായിരിക്കും അത്. മണ്ണിന് പുറത്തെ നമുക്കല്ല തന്ന അവസരമാണ് എന്ന് ആവർത്തിച്ചു മനസ്സിനെ ബോധ്യപ്പെടുത്തി മുൻഗാമികൾ ആയുധമേന്തി ജീവൻ കൊടുത്ത് സമ്പത്ത് കൊടുത്ത് ഇറങ്ങി തിരിച്ചുവെങ്കിൽ അതിൻ്റെ പേരിൽ വന്ന പൊട്ടലും മുറിവുകളും രക്തക്കറയും അവർക്ക് ആനന്ദമേകിയെങ്കിൽ നമുക്കുള്ളത് നിസ്കാരവും നോമ്പും സ്വതക്കയും സക്കാത്തും ഒക്കെ ഉള്ളൂ. അതും മതി. അതേ പഠിച്ചോ പറഞ്ഞിട്ടുള്ളൂ. അതെങ്കിലും ഒന്ന് വൃത്തിയായി ചെയ്യാൻ കഴിയണം. നമുക്ക് വീഴ്ചകൾ അള്ളാഹുവോട് പുറത്തു തരാൻ ആവശ്യപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 60 വർഷം ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് നമസ്കാരം പോലും നിർവഹിച്ചില്ലെങ്കിൽ മാതാപിതാക്കളോട് ശിക്ഷ കൊടുക്കാൻ പറഞ്ഞത് 10 വയസ്സായിട്ടാണ്. അപ്പോൾ ആ ഒരു കുട്ടിത്തത്തിൻ്റെ കാലമാണ് ഒരു 10 കൊല്ലം. അതതിൽ നിന്ന് കഴിച്ചാൽ ബാക്കി ഒരു 50 കൊല്ലമാണ് അയാൾക്കുള്ളത്. അതിലെ ഒരു ശരാശരി ഒരു 25 കൊല്ലം അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൻ്റെ സമയമാണ്. ബാക്കിയുള്ള 25-ലാണ് നമ്മളുടെ കച്ചവടവും നമ്മളുടെ യാത്രയും നമ്മളുടെ വിനോദവും നമ്മളുടെ ടൂറും നമ്മളുടെ ഭക്ഷണം കഴിക്കലും ഒക്കെ നടന്നത്. ബാക്കി 25-ലാണ്.
അതുകൂടി കഴിച്ചാൽ അള്ളാഹ്ക്ക് നമ്മൾ കൊടുക്കുക എത്രയായിരിക്കും? 60 കിട്ടിയവർ. പക്ഷെ സഹോദരങ്ങളെ, ഒരു കുട്ടി ജനിക്കുന്നു, 83 കൊല്ലം ജീവിക്കുന്നു. ജനിച്ച ആ സെക്കൻഡ് മുതൽ മരിക്കണ സെക്കൻഡ് വരെ ഖുർആൻ ഓതിയാൽ, ദിക്ർ ചൊല്ലിയാൽ, വേറൊന്നിനും പോവാതെ നിസ്കരിച്ചാൽ, സ്വതക്ക കൊടുത്താൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ എത്രയായിരിക്കും അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം? അതൊരിക്കലും ജീവിതം കൊണ്ട് സാധ്യമല്ല. പക്ഷെ പടച്ചോനൊരു ഓഫർ തന്നു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 83 കൊല്ലം. നിർത്താതെ 83 കൊല്ലം അധ്വാനിച്ചതിൻ്റെ കൂലി ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ അധ്വാനത്തിന് നൽകാമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് റമദാനിൻ്റെ അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ അതിനെ പ്രതീക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒരു 21, 23 ഒക്കെ കഴിഞ്ഞിട്ട് 25, 27 ഗ്രാഫ് അങ്ങോട്ട് കയറി 29 താഴേക്ക് വെക്കാം നമ്മൾ. ആരാ നമുക്ക് ഉറപ്പ് തന്നത്? അതുകൊണ്ട് ഒറ്റയിട്ട രാവുകളെല്ലാം നമ്മളതിനെ പ്രതീക്ഷിക്കണം. കഴിയുന്നവർ സാധിക്കുന്നവരെല്ലാം 1 സെക്കൻഡ് പള്ളിയിലിരിക്കാൻ പറ്റിയാൽ അത് പുണ്യാണല്ലോ. അതുകൊണ്ട് പള്ളിയിലേക്ക് എത്തണം. ഫുള്ളായിട്ടിരിക്കാൻ പറ്റുന്നവരങ്ങനെ, രാവുകൾ ജീവിപ്പിക്കാൻ പറ്റുന്നവരങ്ങനെ, ഒറ്റയിട്ട രാവെങ്കിലും പള്ളിയിലെത്താൻ കഴിയുന്നവരെല്ലാം എത്തണം. ഇനി സഹോദരങ്ങൾ, ഒരാൾക്കൊരു തടസ്സമുണ്ട്, പള്ളിക്ക് വരാൻ കഴിയൂല. ഭാര്യ കുറച്ച് അസുഖത്തിലാണ്, കൂടെ വേണം. ഉമ്മ കുറച്ച് പ്രയാസത്തിലാണ്, അവിടെ ഇരിക്കണം. അപ്പം എന്ത് ചെയ്യുക? ഭക്ഷണം കഴിച്ചണം, ഉറങ്ങല്ല. അത് ആ രാവ് ജീവിപ്പിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. ഇഅ്തികാഫ് എന്നുള്ളത് പള്ളിയിലേ ഉള്ളൂ. പക്ഷെ പള്ളിക്ക് എത്താൻ പറ്റാത്ത തക്കതായ ഒരു കാരണം ഉണ്ടെങ്കിലും ആ രാത്രി സൽക്രമങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. എപ്പോഴുണ്ടാകണം? ഒരു അരമണിക്കൂർ ഇങ്ങനെ ഓതിയിരുന്ന്, അല്ലെങ്കിൽ ഏതോ ഒരു സമയമുണ്ട് അപ്പോൾ ലൈലത്തുൽ ഖദ്ർ വന്നു പോകും എന്ന ചിന്തയല്ല. സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ, പ്രഭാതം വരെയും പ്രതിഫലാർഹമായ സമാധാനമാണ് എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ രാവ് സജീവമാകണം. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തില്ല. എന്തു പറയണം? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പ്രാർത്ഥിക്കണം നമ്മൾ, പടച്ചോനെ മായ്ച്ചു തരണേ എന്നാണ്. ഇന്നലകളിൽ സംഭവിച്ചതൊക്കെ നീ മായ്ച്ച് മാപ്പാക്കി തരണേ എന്നതാണ് ആ തേട്ടത്തിൻ്റെ ആശയം. കർമ്മരേഖയിൽ നിന്ന് പോലും അത് മായ്ച്ചു കിട്ടാനുള്ള തേട്ടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര റൗണ്ട് ഓടിയാലും അവസാന ലാപ്പിൽ മുന്നിലെത്തുന്നവനെയാണ് വിജയി എന്ന് നമ്മൾ പറയാം. തുടക്കത്തിൽ ഓടി ഒടുക്കത്തിൽ ക്ഷീണിക്കുന്നവന് നഷ്ടമാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഓരോ ദിനം പിന്നിടുമ്പോഴും ആവേശം കൂടി നന്മയിലേക്ക് എത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ്ബ് എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ. പടച്ചറബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അല്ലാഹു നമുക്കെല്ലാവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീനിലടക്കം ഈ പുണ്യ ദിവസങ്ങളിൽ പോലും പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക്, നമ്മുടെ പൊന്നോമന മക്കൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വേദനകൾക്ക് അള്ളാഹു ശമനത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിൻ്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ നാടിനെ, അവിടെയുള്ള വിശുദ്ധ ഗേഹങ്ങളെ അള്ളാഹു വിശ്വാസികളുടെ കൈകളിൽ തിരിച്ചേൽപ്പിക്കുമാറാകട്ടെ. അള്ളാഹു അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر أعداءك أعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والسلام على المرسلين والحمد لله رب العالمين.